ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് ഷോർട്സൊക്കെയാണ് ചെയ്യാറ്. ഇന്ന് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, കുറേ നാളായി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയണത്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കണില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഒരാൾ സ്കൂളിൽ പോയി, ഒരാൾ അംഗനവാടിയിലൊക്കെ പോയി. പിന്നെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ റീപോർട്ടിങ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കിഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് അത് ആ ചട്ടിയിൽ തിങ്ങി നിൽക്കുക. അപ്പോൾ അത് കുറച്ച് ചട്ടികൾ, പ്ലാസ്റ്റിക് ചട്ടികൾ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ അത് നമുക്കൊന്ന് റീപോർട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചോളൂ. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോയിൽ നമുക്കത് മെച്ചപ്പെടുത്തി എടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ വ്യൂസ് തീരെ കുറവാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നല്ല വെയിൽ കൊണ്ടിട്ടാണ് അവിടെ ചെടികളുടെ ഇലയൊക്കെ വാടി തുടങ്ങി. അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് എന്നും പറിച്ച് കളയാൻ എനിക്ക് നേരമുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ പറിച്ച് കളഞ്ഞ് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ചട്ടിയിലെ എല്ലാ ചട്ടികളിലും ചെടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. സമയമില്ല ഒന്നാമത്തെ മാറ്റി നടാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ചെടി ഇപ്പോൾ എന്തായാലും ചെയ്യാം. കുറച്ച് ദിവസമായി ചട്ടി വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പോൾ അത് എന്തായാലും റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരൊക്കെ അതിനകത്ത് ചട്ടിയിൽ നിന്ന് അത് പോരണില്ല. എന്നിട്ട് ഞാനത് പിച്ചി പറിച്ചെടുക്കുക ചെയ്തത്. പകുതി ഒടിഞ്ഞും പോയി. അതെ, ഇനി ഒന്നാമത്തെ ചെരിച്ച് കഴിഞ്ഞാൽ ചട്ടി പൊട്ടിപ്പോവും. മറ്റേ സിമെൻറ്റ് ചട്ടി ആയതുകൊണ്ട് അത് ചെരിച്ച ചിലപ്പോൾ പൊട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് തൽക്കാലത്തേക്ക് വിടിച്ച് എടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ ഇട്ട് റോൾ ചെയ്തെടുത്തിട്ടൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരണില്ല. വേര് ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുക. അപ്പം ഞാൻ അത് നല്ല പൂവുണ്ട് കേട്ടോ, പെട്ടെന്ന് പൂവുണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് വളം ഇടണം, എന്നാലും പ്രത്യേകിച്ചുള്ള വളങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഓരോ ആ കിഴങ്ങായിട്ടേ ആ കിഴങ്ങ് ഞാനിങ്ങനെ മുറിച്ചെടുത്തു. അല്ലാതെ ഇനി രക്ഷയില്ല. ഇനിയിപ്പോൾ പ്ലാൻസൊക്കെ ഒന്നുകൂടെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്നിനും സമയം കിട്ടണില്ല. അത് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്നത് ഒരു നേരത്തെ. അപ്പോൾ പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും നോക്കാൻ നേരം കിട്ടില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ചെടിയുടെ ഉള്ളിലായിരുന്നു. അതിന് വളമിടല്, അത് ചെയ്യൽ, ഇത് ചെയ്യൽ, മാറ്റി നടല്, അങ്ങനെ ചെയ്യൽ, ഇങ്ങനെ ചെയ്യലൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെ അതിനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യൽ കുറവാണ്. അവൻ കണ്ടില്ലേ, ഓരോന്നായിട്ട് പറിച്ചെടുത്തോണ്ടിരിക്കുക. വെയിൽ വന്നു തുടങ്ങി. അവിടെ വെയിൽ വന്നാൽ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ വെയിൽ മൂക്കണതിന് മുന്നേ അത് ചെയ്ത് വെച്ചിട്ട് കയറാമെന്ന് വെച്ചോർത്തിരിക്കണേ. അപ്പം ഞാനത് ഓരോന്നായിട്ട് പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ചട്ടി പൊട്ടിക്കാതെ എനിക്ക് സങ്കടം വന്നെ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തില്ല, ഞാനത് പൊട്ടിക്കൽ. അങ്ങനെ അതവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇലയൊക്കെ ഈ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഞാൻ പറിച്ച് കളയാണ്. എന്തോരം ചെടിയാണ്, കുറേ ചെടികളൊക്കെ എൻ്റെ പോയി, നോക്കാണ്ടിരുന്നിട്ടേ പോയി. കുറേ ചെടികൾ പോയി. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ അധികം ചെടികളൊന്നും ഇല്ല. കുറേ ഞാൻ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ചെടികളൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി. പിന്നെ ആ ഇലയൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റി അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ആ പ്ലാന്റ്സ് അവിടെ നടാനായിട്ട്. ആ പീസ് ലില്ലി ഇല്ലേ, പീസ് ലില്ലി കുറേ വന്നു, പക്ഷേ പൂ ഉണ്ടാവാനായിട്ട് ഭയങ്കര പാട്. ഞാനപ്പോൾ ഇപ്പോൾ കുറച്ച് DAP ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൂ ഉണ്ടാവണമെന്ന് നോക്കാമല്ലോ നമുക്ക്. അങ്ങനെ കുറേ ചട്ടികൾ ഞാൻ മാറ്റി നട്ടു DAP. പക്ഷേ ഫ്ലവർ ഉണ്ടാവണില്ല. ഒരു ഫ്ലവറൊക്കെ വരും, പിന്നെ അത് കുറേ നാൾ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവറില്ല. അതുപോലെ ബൊഗൺവില്ലയിലും ഈ സമയത്തൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കേണ്ട സമയമില്ല. പക്ഷേ എൻ്റെ ഇത് പൂ ഉണ്ടാവണില്ല. ഞാൻ DAP 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്തു. പക്ഷേ ഒരു രക്ഷയില്ല. ആകെ 2-3 പൂവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂ ഉണ്ടാവണില്ല. എന്ത് പറ്റിയണാവോ. വേറൊരാളൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനി വാങ്ങിച്ച് ചെയ്ത് നോക്കണം. ഈ നമ്മൾ പോണ വഴിക്ക് കുറേ വീടുകളിൽ ബൊഗൺവില്ല അങ്ങനെ പൂത്ത് നിൽക്കണതാണ്. നമ്മുടെ വീട്ടിലില്ലാണ്ടാകുമ്പോൾ സങ്കടം വരുന്നു. ഒന്നാമത് ഇപ്പോൾ അതിൻ്റെ സീസണാണ്. പക്ഷേ എന്ത് പറ്റിയണാവോ, ഞാൻ പ്രൂണൊക്കെ ചെയ്ത് നിർത്തിയതാണ്. നവംബർ ഡിസംബർ സമയത്തൊക്കെ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, സംഭവത്തിൽ പൂണ്ടാവണില്ല. എന്നിട്ടിപ്പോൾ DAP ഞാൻ വാങ്ങിച്ചിട്ടു. ഇനിയിപ്പോൾ ആ DAP കൊള്ളില്ലാത്തതുകൊണ്ടാണാവോ കേട്ടോ. 1-2 പൂവൊക്കെ ചെറുതായിട്ടുണ്ടായി, പിന്നെ ഒന്നും ഉണ്ടാവണില്ല അത്. അപ്പം ഞാനപ്പോൾ ഇപ്പോൾ വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കണേ. സാധനം വാങ്ങിയിട്ടില്ല അത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പൂവുണ്ടാവാനായിട്ട് അറിയാവുന്ന വല്ല വഴി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ പിന്നെ ചെടി നടാമെന്ന് വെച്ചാൽ അങ്ങനെ ഇതിരി കപ്പലിൻ്റെ പിണ്ണാക്കും അങ്ങനെ കൂട്ടുവളമില്ലേ, ജൈവവളം, അത് അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ചാണകപ്പൊടിയും ചകിരിച്ചോറും കപ്പലിൻ്റെ പിണ്ണാക്കും അങ്ങനെ 2 സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. കൂട്ടുവളം എന്ന് പറഞ്ഞാൽ തരണവരത്. അപ്പോൾ അത് ആ മണ്ണിൻ്റെ കൂടെ ഞാൻ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേഗം അത് പിടിച്ചോളും. പിന്നെ ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് നമുക്ക് മറ്റേ രാസവളങ്ങളൊക്കെ ചേർക്കാനായിട്ട് പാടല്ലേ, നല്ല ചൂടല്ലേ.
അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇട്ടില്ലെങ്കിൽ ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. കാരണം ഇവിടെ അടുത്ത് വേറൊരു വീട്ടിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവർ വേനൽ സമയത്ത് ഇട്ടിട്ട് അത് കടയോട് ചേർത്തിട എന്തൊക്കെയോ ചെയ്തിട്ട് ചെടി മൊത്തത്തിൽ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ ചെയ്യണില്ല. പിന്നെ വേറെ കെയറിങ് ഒക്കെ കൊടുക്കാണ്ട് നന്നായിട്ട് പിടിച്ചു വരുന്ന ചെടികൾ എന്ന് പറയുന്നത് നമ്മുടെ മണി പ്ലാന്റ്, പോത്തോസ് തന്നെ ഉള്ളൂ. പോത്തോസിന് നമ്മളങ്ങനെ വലിയ പണികളൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കണ്ട. എൻ്റെ കയ്യിലുള്ള പോത്തോസിനൊക്കെ നല്ല തിക്കായിട്ട്, പക്ഷെ അകത്ത് വയ്ക്കണത് അത്ര തിക്ക് വരില്ല. പക്ഷെ പുറത്തിരിക്കണതൊക്കെ നല്ല രീതിയിൽ ഹാങ്ങായിട്ട് നന്നായിട്ട് തിക്കായിട്ട് വളർന്നു തന്നെ ഹാങ്ങിങ് പ്ലാന്റായിട്ടും വലിയ നീളത്തിലുള്ള പോട്ടിലായിട്ടും നല്ല സൂപ്പറായിട്ട് നിൽക്കേണ്ടത്. പക്ഷേ ബാക്കി ഉള്ള ചെടികളൊക്കെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. ഇത് നിങ്ങൾക്ക് കാണാൻ ഇരിക്കണ ചട്ടിയിൽ ആ വൈറ്റ് കളർ പോട്ടിലൊക്കെ മറ്റേ ഇതാണ് പോത്തോസാണ്. അത് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതിലിടയ്ക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്കും ഈ കൂട്ടുവളം എന്ന് പറഞ്ഞ് കിട്ടണല്ലേ, അത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അത് പിന്നെ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കണം കേട്ടോ, കുറച്ച് ദിവസം അടുപ്പിച്ച്. അത് ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഈ വളം ചേർത്ത് നന്നായിട്ട് നനയ്ക്കണം. അപ്പോൾ അതിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തോസിൻ്റെ 2-3 ടൈപ്പൊക്കെ ഉണ്ട്. എൻജോയ് പോത്തോസുണ്ട്, നിയോൺ പോത്തോസുണ്ട്, പിന്നെ സാധാരണ മണി പ്ലാന്റ് ഉണ്ട്. അങ്ങനെ 2-3 വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട്, കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റോസൊക്കെ ഞാൻ കുറേയൊക്കെ പോയി. റോസ് ഇപ്പം ആകെ 2-3 ഉള്ളൂ. റോസുമ്മ പൂവുണ്ടാവുള്ളൂ. അതിനും DAP ഇട്ട് തന്നെ കൊടുത്തേക്കണം. അവർ ആ ചേട്ടൻ പറഞ്ഞു DAP തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ, പൂവുണ്ടാവണ ഏത് ചെടികളും DAP കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട്. അത് പൂവുണ്ടാവോ, റോസുമ്മ ഒന്ന് DAP ഇട്ടിട്ട് പൂവൊന്നുണ്ടായില്ല. അവ ഇട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ട്, ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. പിന്നെ ഇനിയിപ്പോൾ അതൊന്ന് നനച്ച് സാധനം നട്ട് കഴിഞ്ഞ് പിന്നെ നമുക്കതൊന്ന് നനയ്ക്കണമല്ലോ. അപ്പം അതൊന്ന് ചെറുതായിട്ട് നനച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ ആവശ്യത്തിന് അകത്തേക്ക് കയറിപ്പോൾ എന്തിനാണാവോ എന്തോ ആവശ്യത്തിന് ഞാൻ അകത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ മണ്ണും ആ സംഭവങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് ഒന്ന് അടിച്ചു വാരി കളയുന്നുണ്ട്. ഇനിയിപ്പോൾ പൊന്നൂസ് വരാൻ സമയമായിട്ട് 12 എക്സാം അല്ലേ, 12:30 ആകുമ്പോഴേക്കും വരും. അപ്പോൾ അവൾ വന്നതിന് മുന്നേ ഇത് തീർത്ത് വെച്ചിട്ട് വേണം അവളെ കൊണ്ടുവരാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നട്ട് കഴിഞ്ഞു. ആകെ 5 ചട്ടിയുള്ളൂ. 5 ചട്ടിയിൽ എങ്ങനെയാണ്ടൊക്കെ നട്ട് വെച്ചു. ആ വെയിലത്തൊന്ന് ചെയ്തപ്പോൾ വെയിലും വന്നു. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് അറേഞ്ച് ചെയ്യാണ്. അങ്ങനെ വലിയ ചെടികളൊന്നും പറയാനില്ല, എന്നാലും ഉള്ള ചെടികൾ ഞാൻ ഇങ്ങനെയൊക്കെ നട്ട് നനച്ച് വളർത്തണമെന്ന് മാത്രം. കുറേ ചെടികളൊക്കെ പോയി എൻ്റെ കയ്യിൽ. കുറേ ചെടി ഉണ്ടായിരുന്നു, ചെടികളൊക്കെ പോയി. അങ്ങനെ ഞാനത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. എങ്ങനെയൊക്കെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ അറിയിച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ പണികളൊക്കെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടിച്ചുവാല് കഴിഞ്ഞ് ഇനിയിപ്പോൾ അകത്തേക്ക് കയറണം. അങ്ങനെ അകത്തേക്കൊക്കെ കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ എന്തൊക്കെയോ ചൂടെടുത്തിട്ടുള്ള കാട്ടായം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ബായ്.